ഒരു MLAക്ക് ലീഗലി കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ലിസ്റ്റാണ്. പേയ്മെന്റ് ബേസിക്കലി ഗവേൺ ചെയ്യുന്നത് പേയ്മെന്റ് ഓഫ് സാലറീസ് ആൻഡ് അലവൻസ് ആക്ട് 1951 വെച്ചിട്ടാണ്. അതിലൊരു നീണ്ട നിര തന്നെയുണ്ട്. ഞാനത് എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കിക്കോ. അപ്പൊ ഇവർക്ക് സാലറി ഇല്ലല്ലോ, അലവൻസ് ആണല്ലോ ഉള്ളത്. മൊത്തം അലവൻസ് എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ. ആ 1 ലക്ഷം രൂപയിൽ 30,000 രൂപ എന്ന് പറയുന്നത് DA. പിന്നെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ടെലിഫോൺ ചാർജ് മന്ത്ലി ഈ പറഞ്ഞതുപോലെ 11,000 രൂപ എന്ന് പറയുന്നത് ആകുമോ എനിക്കറിഞ്ഞൂടാ. പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടത് 20,000 രൂപ ട്രാവൽ അലവൻസ്. 20,000 രൂപ ഉള്ളെങ്കിൽ അത് കുറവാണ്. അത് ഈ അൺലിമിറ്റഡ് പ്ലാനൊക്കെ വരുന്നതിന് മുമ്പ് എഴുതി വെച്ച ടെലിഫോൺ ചാർജുകളാണ്. പിന്നെ ട്രാവൽ അലവൻസ് എന്ന് പറയുന്നത് അത് മിനിമം ആണ് 20,000 രൂപ. എക്സസ് വരുന്ന പൈസ കിലോമീറ്ററിന് 10 രൂപ വെച്ചിട്ട് അൺലിമിറ്റഡ് ആയിട്ട് എത്ര ഓടിയാലും അത് അവർക്ക് ക്ലെയിം ചെയ്ത് എഴുതിയെടുക്കാൻ പറ്റും. 4 ലക്ഷം രൂപയുടെ ട്രാൻസിറ്റ് കൂപ്പൺ, KSRTC ഫ്രീ ട്രാവൽ, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അലവൻസ്. പിന്നെ വന്നിട്ട് MLA ക്വാർട്ടേഴ്സിൽ മന്ത്ലി റെന്റ് ആയിട്ട് 200 rupees ആണ് ഉള്ളത്. അതിപ്പോ യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ആളും അകമ്പടിയും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അണ്ടർ സെക്രട്ടറി റാങ്കിന് താഴെയുള്ള ഏതൊരു ഓഫീസറിനെയും ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഡെപ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതിന് പുറമെ ഒരു MLAക്ക് ഇഷ്ടമുള്ള 2 പേരെ പേഴ്സണൽ സ്റ്റാഫായിട്ട് വെക്കാം. അവർക്ക് മാസം കിട്ടുന്ന അലവൻസ് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അത് ലെജിസ്ലേച്ചർ സെക്രട്ടറിയേറ്റ് കൊടുക്കുന്നതാണ്. ഒരു MLAക്ക് ഒരു വണ്ടി മേടിക്കണം എന്നുണ്ടെങ്കിൽ പർച്ചേസ് ഓഫ് വെഹിക്കിൾസ് റൂൾസ് 2012 അനുസരിച്ച് 0 ഇൻട്രസ്റ്റോടുകൂടി 10 ലക്ഷം രൂപ കിട്ടും. ഇനി ഒരു MLAക്ക് ഒരു വീട് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് റൂൾസ് 2013 അനുസരിച്ച് 20 ലക്ഷം രൂപയുടെ ലോണ്, അതായത് 4% ഇൻട്രസ്റ്റോടെ കിട്ടും. ഇനി ഇതിനെല്ലാം പുറമെ ഒരു MLAക്ക് ബുക്ക് മേടിക്കാനായിട്ട് പർച്ചേസ് ഓഫ് ബുക്ക് റൂൾസ് 2013 അനുസരിച്ച് വർഷം 15,000 രൂപ കിട്ടും. വീട്, വണ്ടി, പുസ്തകം ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ആവശ്യമുണ്ട് മനുഷ്യന്. അതാണ് ആരോഗ്യം. അതിലാണ് ദി മെമ്പർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മെഡിക്കൽ ഫെസിലിറ്റീസ് റൂൾസ് 1994 കടന്നു വരുന്നത്. അതായത് രത്ന ചുരുക്കം പറഞ്ഞാൽ MLAക്കും MLAയുടെ ഫാമിലി ഇൻക്ലൂഡിങ് എക്സ്റ്റെൻഡഡ് ഫാമിലി കംപ്ലീറ്റ്ലി ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഏത് ഗവൺമെന്റ് പ്രൈവറ്റ് ആയിട്ടുള്ള ഏത് ആശുപത്രിയിലാണ് ട്രീറ്റ്മെന്റിന് പോകുന്നതെങ്കിലും ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ്. ഒരു MLAക്ക് മാസം 1 ലക്ഷം രൂപ വെച്ച് 5 വർഷം എന്ന് പറയുമ്പോൾ 60 ലക്ഷം രൂപ. ഇനി ബാക്കിയുള്ള അഡീഷണൽ എക്സ്പെൻസുകൾ എല്ലാം എഴുതി എടുത്തെന്ന് തന്നെ വെച്ചോ. അങ്ങനെ നോക്കിയാലും 5 വർഷം കൊണ്ട് മാക്സിമം ഒരു MLAക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് 1 കോടി രൂപയാണ്. അപ്പൊ എനിക്ക് മനസ്സിലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 1 കോടി രൂപയ്ക്ക് വേണ്ടിയാണോ ഈ ആളുകളും പാർട്ടികളും MLA പോസ്റ്റ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? അതിന്റെ ഇരട്ടി പൈസ മുടക്കിയിട്ട്. റൂൾസിൽ കണ്ട കേരളമല്ല യഥാർത്ഥ കേരളം. അതറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം സിസ്റ്റം അറിയണം, പിന്നെ നിയമത്തിനെ അറിയണം, അതിനെല്ലാം ഉപരിയായിട്ട് കച്ചവടം നന്നായിട്ട് അറിയണം. നമുക്ക് കുറച്ച് കച്ചവടത്തിൻ്റെ നേരും നിറയും പഠിക്കാം. ഇലക്ഷൻ കച്ചവടത്തിൻ്റെ ഒരു ബിസിനസ് മോഡലുണ്ട്. ഒരു ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിളിൻ്റെ ഒരു ഭാഗത്ത് പാർട്ടിയും, രണ്ടാമത്തെ ഭാഗത്ത് പൈസ മുടക്കുന്ന കോർപ്പറേറ്റും, മൂന്നാമത്തെ ഭാഗത്ത് സ്ഥാനാർത്ഥിയുമുണ്ട്. അതിൽ പ്രധാനിയായിട്ടുള്ള പാർട്ടി ടേബിളിൽ കൊണ്ടുവരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ വോട്ട് ബാങ്കും പിന്നെ അവരുടെ അണികളുമാണ്. അതേസമയം കോർപ്പറേറ്റുകൾ കൊണ്ടുവരുന്നത് പണവും ഇൻഫ്രാസ്ട്രക്ചറുകളുമാണ്. കാൻഡിഡേറ്റ് കൊണ്ടുവരുന്ന മുടക്കുമുതൽ എന്ന് പറയുന്നത് അയാളുടെ പെർസോണയും അയാൾക്കുള്ള ഒരു ലിമിറ്റഡ് വോട്ട് ബാങ്കുമാണ്. ഈ കച്ചവട മോഡലിൽ വർക്ക് ചെയ്ത് ബാക്കി എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നു കഴിഞ്ഞാൽ വിജയം ഈ 3 പേരുടെയുമാണ്. അങ്ങനെ ഈ ഇലക്ഷന് വിജയശ്രീലാളിതരാകുന്ന ഈ ട്രയാങ്കുലർ സിൻഡിക്കേറ്റിന് ലഭിക്കുന്നത് ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അകത്തുള്ള സമ്പൂർണമായിട്ടുള്ള ഇക്കണോമിക് ഔട്ട്പുട്ടും ഇക്കണോമിക് സാധ്യതകളുമാണ്. അടുത്ത 5 വർഷത്തേക്ക് ഇക്കണോമിക് സാധ്യതകളും ഇക്കണോമിക് ഔട്ട്പുട്ടുകളും വിഭജിച്ചെടുക്കുന്നതിൻ്റെ ഒരു പ്രധാന ശതമാനം പാർട്ടിക്കും 1% ജയിച്ച MLAക്കും പ്രധാനപ്പെട്ട ശതമാനം കോർപ്പറേറ്റിനും പോകും. അതിൽ കോർപ്പറേറ്റിന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അവരുടെ ഇക്കണോമിക് ഇൻട്രസ്റ്റിനെ ഇരട്ടിപ്പിക്കാനുള്ള സാധ്യതകളും നിലവിലുള്ള അവരുടെ ആക്ടിവിറ്റീസിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കാത്ത ഒരു അന്തരീക്ഷവുമാണ്. അതേസമയം പാർട്ടിക്ക് കിട്ടുന്നത് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അധികാരവും പണവുമാണ്. ഇത് രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഏജന്റായിട്ടുള്ള മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് കിട്ടുന്നത് സൊസൈറ്റൽ വാലിഡേഷനും അധികാരവും പിന്നെ ഈ ഇക്കണോമിക് പ്രോസ്പെരിറ്റിയുടെ ഒരു ഷെയറുമാണ്.
ഇതിനകത്ത് ഈ ഇലക്ഷന്റെ കാൻഡിഡേറ്റ് തോക്കുന്നത് സിൻഡിക്കേറ്റിന് ഒരു നഷ്ടമാവില്ലേ? ഇല്ല, പണം മുടക്കുന്ന കോർപ്പറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആര് ജയിക്കും എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. 2, ആ ഗ്യാമ്പിള് അവരെടുത്തേ പറ്റൂ. കാരണം ഇക്കണോമിക് ഇൻട്രസ്റ്റ് ആര് ജയിച്ചാലും അവർക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. പാർട്ടി അവർക്ക് ലാഭത്തിൽ നഷ്ടം വന്നേക്കാം, പക്ഷെ ബാക്കിയുള്ളതിനെ അവർ പാർട്ടി ഫണ്ടായി കൺവെർട്ട് ചെയ്യും. ഒരു മെയിൻ സ്ട്രീം പാർട്ടിയിൽ ഒരു കോർപ്പറേറ്റിന് പിണക്കാൻ പറ്റില്ല. പിന്നെ തോറ്റ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കച്ചവടത്തിന്റെ അകത്ത് സ്ഥാനാർത്ഥിക്ക് ലാഭം ഉണ്ടാവും. കയ്യിൽ നിന്ന് പൈസ എടുത്താലും ഇലക്ഷൻ നടത്തുന്ന പതിവ് ഇന്നില്ല. പണം ഉണ്ടാക്കാൻ നിയമത്തിനകത്തും പുറത്തുമുള്ള എല്ലാ സാധ്യതകളും ചേർന്ന ഒന്നാണ് നേരത്തെ പറഞ്ഞ ഇക്കണോമിക് ആക്ടിവിറ്റി. പക്ഷേ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് വേറെ ആളുകളല്ലേ? അതായത് പൈസ ബാക്കിയുള്ളവരുണ്ടാക്കുന്നു. അപ്പൊ പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ലാഭം? അതായത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എല്ലാ ആളുകൾക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ സിസ്റ്റത്തിനെ പറ്റിച്ചു, സിസ്റ്റം അറിയാതെ അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെ ഒരു സംഗതിയില്ല. സിസ്റ്റം അറിയാതെ ഒരില പോലും ഒരു ലൊക്കാലിറ്റിയിലും അനങ്ങില്ല. എന്ന സിസ്റ്റം നിങ്ങളുടെ ഇക്കണോമിക് ആക്ടിവിറ്റിയെ പെർമിറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് കാര്യം നടത്തണമെങ്കിൽ അതിൻ്റെ സമ്മതത്തോടു കൂടിയേ പറ്റൂ. ലീഗൽ സമ്മതമാവാം, ലീഗൽ അല്ലാത്ത സമ്മതമാവാം. ഇതിൽ ഏത് സമ്മതമാണെങ്കിലും ആ സിസ്റ്റത്തിലേക്കുള്ള ഗോൾഡൻ വിസയാണ് നമ്മുടെ MLA. ഗോൾഡൻ വിസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പരിപാടികളെല്ലാം താരതമ്യേന എളുപ്പത്തിലായിരിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും സ്ഥിരം റീറ്റെയിനർ ഫീ നിങ്ങൾ കൊടുത്തേ പറ്റൂ. അപ്പോൾ ഈ പറയുന്ന ഗോൾഡൻ വിസയും ഈ പറയുന്ന റീറ്റെയിനർ ഫീയും പിന്നെ നിങ്ങളുടെ ഇക്കണോമിക് ആക്ടിവിറ്റീനെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും സിസ്റ്റം ചെയ്തു തരാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഒരു MLA. ഇതിന്റെ എല്ലാ ആകത്തുകയാണ് അവരുടെ ലാഭം. അപ്പം ഇത്രയും നേരം പറഞ്ഞത് വെച്ച് ഇത് 1 കോടിയൊന്നുമല്ല, ഒരുപാട് കോടികളുടെ ഒരു ടേൺ ഓവറാണ്. കുറെ പേര് പൈസ ഇറക്കുന്നു, കുറെ പേര് കച്ചവടം ചെയ്യുന്നു, കുറെ പേര് അധികാരം പിടിക്കുന്നു, അധികാരം പിടിച്ചു കഴിഞ്ഞ് വീണ്ടും പൈസ ഉണ്ടാക്കുന്നു. ഇതെല്ലാം കണ്ടു നിന്ന് കൈയടിക്കാൻ മാത്രമല്ലേ ഒരു സാധാരണ വോട്ടർക്ക് പറ്റൂ? ഒരു ഏകദേശ രൂപം മാഡത്തിന് കിട്ടിയില്ലേ? ഇത്രയും വലിയൊരു കച്ചവട മഹാമഹത്തിന്റെ ഇടയ്ക്കാണ് മാഡം ഒരു വക്കീലിനെ നിർത്തിയാലോ എന്ന് ചോദിച്ചത്. കാണുന്നത് പോലെ അത്ര എളുപ്പമുള്ള സംഗതിയൊന്നുമല്ല. പക്ഷേ ഏതൊരു സാധാരണക്കാരനും ചില കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും, ചില കച്ചവടങ്ങളും നടത്താൻ പറ്റും.